ശ്രീനിവാസിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക കേരളവും നാടും. അപ്പോൾ അതിൻ്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്. മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 10 മണിക്കാണ് നടക്കുക. ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. പ്രിയപ്പെട്ട ശ്രീനിവാസിനെ കാണാൻ നിരവധി ആളുകളാണ് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനിവാസനെ അനുസ്മരിച്ച് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും എത്തുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 വരെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ചലച്ചിത്ര സാംസ്കാരിക ലോകത്തെ പ്രമുഖർ ശ്രീനിവാസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. വിവരങ്ങൾ നൽകാനായി അവിടെ നിന്ന് നിതിൻ സേവ്യറും ഒപ്പം തന്നെ ലിഡിയ ജേക്കബുമുണ്ട്. നിതിൻ, നമ്മൾ ഇന്നലെ കണ്ടതാണ്, സാംസ്കാരിക കേരളം കണ്ണീരോടെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ആ പ്രിയ നടന്. അദ്ദേഹത്തിന് ഇന്നിപ്പോൾ വിട നൽകാനുള്ള സമയം അത് 10 മണിയോടെയാണ്. അതിനു മുൻപ് തന്നെ ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുക? ഇന്നും അവസാന നിമിഷമായി അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേർ എത്തുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നിതിൻ? വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഇന്നലെയൊക്കെ എങ്ങനെയാണ്, രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഒരുപാട് ആളുകൾ അവസാനമായി ഒരു നോക്കും ശ്രീനിവാസനെ കാണാനായി ഈ വീട്ടിലേക്ക്, കണ്ടനാട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ഈ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ രാവിലെ ടൗൺ ഹാളിൽ ഇന്നലെ ഉച്ച മുതൽ ഏകദേശം 3 മണിക്കൂറിലധികം ടൗൺ ഹാളിൽ പൊതുദർശനം നടന്നിരുന്നു. ഈ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള, അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, മന്ത്രിമാർ, അങ്ങനെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇന്നലെ തന്നെ ടൗൺ ഹാളിലേക്ക്, എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് ഈ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. കണ്ടനാട്ടെ വീട്ടിലും ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴുമൊക്കെ, ഈ പുലർച്ചയും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ ഈ സമയം പോലും മറികടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വന്തം ജീവിതം തന്നെ പകർത്തി എഴുതിയ ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റിയലിസ്റ്റിക് സിനിമയുടെ കാലത്ത് പണ്ട് തന്നെ ഇത്തരത്തിൽ റിയൽ ജീവിതം എഴുതി വെച്ചൊരു കലാകാരനാണ്. അങ്ങനെ ഒരു കലാകാരൻ അവസാനമായി ഒരു നോക്ക് കാണാനായാണ് ഇത്തരം ഇങ്ങനെ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 10 മണിക്കാണ് ഈ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ തന്നെയാണ് 10 മണിക്ക് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടി ഈ സംസ്കാര ചടങ്ങ് നടക്കും. കളക്ടർ സർക്കാരിന് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ നിരവധി ജീവിതങ്ങൾ പകർത്തി എഴുതി, അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ, ആളുകളുടെ ചിത്രങ്ങൾ ഒരു വലിയ ഹീറോയിസം ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ മാസ് റോളുകളില്ലാതെ അന്നത്തെ ആ കലാകാരന്മാർ, അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ നേർജീവിതം ചിത്രത്തിലേക്ക് വരച്ചു കാട്ടി, അല്ലെങ്കിൽ ടിവിയിലേക്ക്, സിനിമയിലേക്ക് വരച്ചു കാട്ടിയ ഒരു കലാകാരൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വലിയ തോതിലുള്ളൊരു പ്രേക്ഷക പിന്തുണയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ജനകീയനായ നിരവധി സിനിമകൾ എഴുതിയ, സംവിധാനം ചെയ്ത, അഭിനയിച്ച ഒരുപാട് ആളുകളുള്ള, ഒരുപാട് ഓർത്തിരിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു കലാകാരൻ, ഒരു അതുല്യ കലാകാരൻ, വലിയ കലാകാരൻ. ഇങ്ങനെ ഒരു കലാകാരൻ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്ന കാര്യം വലിയ സംശയമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ എല്ലാ തരത്തിലും തിളങ്ങി നിന്നിരുന്ന, അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും തിളങ്ങിയ, നിർമ്മാണമടക്കം എല്ലാ മേഖലകളിലും തിളങ്ങിയ ഒരു കലാകാരൻ, അത്രയൊരു കലാകാരൻ ഇനി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ കണ്ടനാട്ടെ വീട്ടിൽ ഇപ്പോഴും രാവിലെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളും മറ്റും എത്തും. 10 മണിക്ക് കളക്ടർ എത്തി ഈ മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടെ ഈ വീട്ടുവളപ്പിൽ, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ വീട്ടുവളപ്പിൽ നടക്കുന്നുണ്ട്. 10 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഏതായാലും വലിയ തിരക്ക്, ഈ പുലർച്ചെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ജിൽസി.